കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്ന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കിടയിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. ഇത്തവണ PJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജോസഫ് ഗ്രൂപ്പാണ് ആഭ്യന്തര കലഹത്താൽ ഉയരുന്നത്. UDF-ൽ അനർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഒരു വശത്തും പാർട്ടി നേതൃത്വത്തിന്റെ കുടുംബവാഴ്ച നീക്കങ്ങളോടുള്ള എതിർപ്പ് മറുവശത്തും നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തെയാണ് നേരിടുന്നത്. രാഷ്ട്രീയ തന്ത്രം സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് കടുംപിടുത്തം തുടരുന്നതിനിടയിലാണ് LDF ഘടകകക്ഷി നേതാവായ ജോസ് കെ മാണി PJ ജോസഫിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ച് രംഗത്തെത്തിയത്. ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ രക്തത്തിന്റെ ഭാഗമാണെന്നും UDF-ൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംരക്ഷണം നൽകാൻ LDF-ൽ തയ്യാറാണെന്നും ജോസ് വ്യക്തമാക്കിയത് വെറും ഒരു പ്രസ്താവനയല്ല. UDF-നെ തകർക്കാനും ജോസഫ് ഗ്രൂപ്പിലെ അതൃപ്തി മുതലെടുക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനാനുവാദത്തോടെ നടപ്പിലാക്കുന്ന വലിയൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണിത്. പണ്ട് ജോസ് കെ മാണി UDF വിട്ടുപോയപ്പോൾ ജോസഫ് നടത്തിയ നീക്കങ്ങൾ കൃത്യമായ മറുപടി നൽകാനുള്ള അവസരം കൂടിയായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മും ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള ലയനം സാധ്യമല്ലെങ്കിലും ജോസഫിനെ ഒപ്പം നിർത്തി മധ്യ കേരളത്തിൽ UDF-ന്റെ അടിത്തറ തകർക്കുക എന്നതാണ് LDF-ന്റെ ലക്ഷ്യം. ജോസ് കെ മാണിയുടെ ക്ഷണം PJ ജോസഫ് ഗൗരവമായി ആലോചിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ പാർട്ടിക്കുള്ളിലെ രണ്ടാമനായ മോൻസ് ജോസഫ് കടുത്ത അതൃപ്തിയിലാണ്. പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ മോൻസ് മുന്നണി മാറ്റത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നുണ്ട്. UDF-ൽ ഉറച്ചു നിൽക്കണമെന്ന നിലപാടിലാണ് മോൻസും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളും. ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയാൽ അത് പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും നിലവിൽ ജയസാധ്യതയുള്ള കടുത്തുരുത്തി പോലുള്ള മണ്ഡലങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും മോൻസ് വിഭാഗം ഭയപ്പെടുന്നുണ്ട്. PJ ജോസഫ് ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ മോൻസിന്റെ നേതൃത്വത്തിൽ പാർട്ടി പിളരുകയും വലിയൊരു വിഭാഗം UDF-ൽ ലയിക്കുകയോ പ്രത്യേക ഗ്രൂപ്പായി നിൽക്കുകയോ ചെയ്യാനാണ് സാധ്യത. ജോസഫ് ഗ്രൂപ്പിലെ ആഭ്യന്തര കലഹത്തിൽ മറ്റൊരു പ്രധാന കാരണം PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫിന്റെ രാഷ്ട്രീയ പ്രവേശനമാണ്. പാർട്ടി തീരുമാനങ്ങളിലും നേതൃത്വത്തിലും അബു സജീവമായത് മോൻസ് ജോസഫിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി മകനെ അവരോധിക്കാൻ ജോസഫ് ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മകന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ PJ ജോസഫ് മുന്നണി മാറ്റത്തിന് തയ്യാറാകുന്നത് പാർട്ടിയെ തകർക്കുമെന്നും മോൻസ് വിഭാഗം വാദിക്കുന്നുമുണ്ട്. KM മാണിക്ക് ശേഷം ജോസ് കെ മാണി വന്നതുപോലെ PJ ജോസഫിന് ശേഷം അബു എന്ന നിലയിലേക്ക് പാർട്ടി മാറുന്നതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് മോൻസ് പക്ഷത്തിന്റെ നീക്കം. UDF-ൽ 10 സീറ്റുകളാണ് ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രകടനം മുൻനിർത്തി വെറും 6 സീറ്റുകൾ നൽകി ജോസഫിനെ ഒതുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തൊടുപുഴയും കടുത്തുരുത്തിയും ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കണമെന്ന വികാരം UDF-ൽ ശക്തവുമാണ്. ഈ അവഗണനയാണ് ഇടതുപക്ഷത്തേക്ക് തിരിയാൻ ജോസഫിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്നാൽ 10 സീറ്റുകൾ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്നത് ഇടതുമുന്നണിയിൽ നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള വിലപേശലാണോ എന്നും സംശയമുണ്ട്. LDF-ൽ പോയാൽ പോലും നിലവിൽ ജോസ് കെ മാണി വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകൾ വിട്ടു നൽകാൻ അവർ തയ്യാറാകുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്. ജോസഫ് ഗ്രൂപ്പിലെ വിള്ളൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് വലിയ പങ്കുണ്ട്. ജോസഫ് കൂടി മുന്നണി വിട്ടാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് കനത്ത തിരിച്ചടിയാകും. എന്നാൽ മോൻസ് ജോസഫിനെ ഒപ്പം നിർത്തി ജോസഫിനെ മാത്രം LDF-ലേക്ക് പോകാൻ അനുവദിച്ചാൽ പാർട്ടി ശക്തി കുറയുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. നിലവിൽ PJ ജോസഫ് ഒരു ത്രിശങ്കു അവസ്ഥയിലാണ്. മകനെയും മോൻസ് ജോസഫിനെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നത് അസാധ്യമായ കാര്യമായി മാറുന്നുമുണ്ട്. ഇടതുപക്ഷത്തേക്ക് പോയാൽ അബു ജോൺ ജോസഫിന് രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചേക്കാം. പക്ഷേ പാർട്ടിയിലെ കരുത്തനായ നേതാവ് മോൻസ് ജോസഫിനെ നഷ്ടപ്പെടും. UDF-ൽ തുടർന്നാൽ സീറ്റുകളുടെ എണ്ണം കുറയുകയും മകന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യും. കേരള കോൺഗ്രസ് ജോസഫ് എന്ന പ്രസ്ഥാനം ഇന്ന് അതിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. PJ ജോസഫ് എടുക്കുന്ന ഓരോ തീരുമാനവും പാർട്ടിയുടെ ഭാവി മാത്രമല്ല, കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. പിളർപ്പ് ഒഴിവാക്കാൻ ജോസഫ് നടത്തുന്ന വിട്ടുവീഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.